നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ സ്വന്തമാണെന്ന വിശ്വാസം എന്റെ കൈ പിടിച്ച് നടത്തിയിരുന്നത്. ഇത് കൂരിരുട്ടിലുള്ള ഒരു കൈത്തിരി. അതുകൂടി എന്നിന്ന് കവർന്നെടുത്തു കളഞ്ഞല്ലോ. മകന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നു എന്നാണല്ലോ നിങ്ങൾ എപ്പോഴും സത്യഭാമയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഞാൻ നിശ്ചയിച്ച പെൺകുട്ടി വിവാഹ മണ്ഡപത്തിൽ കാത്തിരിക്കുമ്പോഴാ ഇവൻ മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടിക്കൊണ്ട് വന്നത്. ഞാൻ എതിര് നിന്നില്ല, നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോ ഇരുവർക്കും ഒത്തുപോകാനാവാത്ത ഒരവസ്ഥ വന്നു. അപ്പോ അവൻ ഇഷ്ടമുള്ള മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടിക്കൊണ്ടുവന്നു. ദേ ഇവളെ ഞാൻ നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു. എന്നിട്ടും നിങ്ങൾ പറയുന്നു ഞാൻ എന്റെ മകന്റെ മനസ്സ് മനസ്സിലാക്കിയില്ല എന്ന്. രാഘവേട്ട, ഇതിലെവിടെയാ ന്യായം? ഞാൻ എങ്ങനെ ഈ സംഭവത്തിൽ കുറ്റക്കാരിയാവുന്നത്? ഞാൻ വിഷ്ണുവിന് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടിയല്ലല്ലോ കാർത്തിക, അവൻ സ്വയം കണ്ടെത്തിയതല്ലേ. രാഘവേട്ടൻ തന്നെയല്ലേ പറയാറ് പരസ്പരം ഇഷ്ടപ്പെട്ടവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടതെന്ന്? എന്നിട്ട് ഇപ്പോഴെന്തു പറ്റി? എനിക്ക് മനസ്സിലാകും രാഘവേട്ട, നിങ്ങൾക്ക് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തണമെന്നേ ഉള്ളൂ. ഞാൻ പകലെന്ന് പറഞ്ഞ നിങ്ങൾ രാത്രി എന്ന് പറയും, മഴയെന്ന് പറഞ്ഞ കൊടും വെയില്, കടലെന്ന് പറഞ്ഞ മരുഭൂമി. അപ്പോ ഞാൻ അനുഭവിക്കുന്ന ആത്മസംഘർഷമൊക്കെ കണ്ട് ഒരനുഭൂതിയൊക്കെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്. പക്ഷേ ഇക്കാര്യത്തിൽ അത് നടപ്പില്ല. ഈ ലോകം മുഴുവൻ എതിർത്താലും എന്റെ മകൻ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെ ജീവിക്കും. സത്യഭാമ ഉണ്ടാവും അവന്റെ കൂടെ. ചോദിക്കാനിങ്ങ് വരട്ടെ നാട്ടുകാരെ. ആശാനെ, നീ കണ്ണു നിറച്ചൊന്ന് കാണ്. ഇതാ ഇനി മുതൽ നിന്റെ ഏട്ടത്തിയമ്മ. ഏട്ടത്തിയമ്മയെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നും പറഞ്ഞ് കാല് വെന്ത നായയെ പോലെ പായണ്ട. ഇവൾ ഇവിടെ ഉണ്ടാകും, സത്യഭാമയുടെ വീട്ടിൽ. അതെ അതെ, ശ്രീരാമേന്ദ്രനും സീതാദേവിയും ഇല്ലയോ? നീയല്ലടാ ഭക്തഹനുമാൻ. ചങ്കുറത്ത് കാട്ടിക്കൊടുക്കടാ നിന്റെ ആശാനും ഏട്ടത്തമ്മയോടെ കൂടിയിരിക്കുന്ന രൂപം. ഓ, അത്രയ്ക്കങ്ങ് തമാശ വേണോ? ആരുടെയും ചങ്ക് പിളരാതെ തന്നെ നാട്ടുകാർ കണ്ടോളും സത്യഭാമയുടെ മരുമകളെ. അതിരിക്കട്ടെ, എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ വിവാഹം? നീ എന്താടോ ഒന്നും മിണ്ടാത്തെ? അല്ല, അമ്മ എന്താ ചോദിച്ചേ? എടാ, എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ വിവാഹം എന്ന്? മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച്. ഏത് മഹാദേവ ക്ഷേത്രം? പാലോടുള്ള മഹാദേവ ക്ഷേത്രം. ഓ, പാലോട്. മഹാദേവ ക്ഷേത്രോ? സീതാരാമ ക്ഷേത്രമായിരുന്നു കുറച്ചുകൂടെ ഉചിതം. രാഘവേട്ട, ഓ,
എന്റെ പ്രാണൻ ഇവിടെ പറിച്ചു വെച്ചിട്ട് 6 വർഷം മുമ്പ് ഞാൻ ഇവിടുന്ന് പോയത്. ശരീരം മാത്രമേ അകന്ന് പോയിരുന്നുള്ളൂ. മനസ്സ് എന്റെ വിഷ്ണുവേട്ടന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ദൂരെ ഇരിക്കുമ്പോ ഓരോ നിമിഷവും മനസ്സ് നൊന്ന് പെടയും. ഒരു വാക്ക് പറയാതെ ഞാൻ പോകുന്നതാണല്ലോ. സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ, ആരോഗ്യം നോക്കുന്നുണ്ടോ എന്നൊക്കെ ഓർത്ത് ഇനി എന്തെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിലായ ഞാൻ എങ്ങനെ അറിയാം? ഇതെല്ലാം ഓർത്ത് ഒരുങ്ങി തീരുമായിരുന്നു വിഷ്ണുവേട്ട. കഴിഞ്ഞ 6 വർഷം ഇവിടെ എത്തി വിഷ്ണുവേട്ടനെ കണ്ടപ്പോ ഞാൻ അനുഭവിച്ച ആശ്വാസം എന്താണെന്നറിയോ? 6 വർഷം ജീവശ്വാസം ഇല്ലാതിരുന്ന ഒരു ശരീരത്തിലൂടെ പ്രാണവായു കടന്നു പോകുമ്പോഴുള്ളൊരു ആനന്ദം, അതാ ഞാൻ അനുഭവിച്ചത്. എന്നെ വീണ്ടും ഒരു ജഡമാക്കി കളഞ്ഞല്ലോ വിഷ്ണുവേട്ട. ഒരു പാഴ്ജന്മം. വിഷ്ണുവേട്ടൻ ഇല്ലാതെ എനിക്ക് എന്തിനാ ഈ കളക്ടർ പദവിയൊക്കെ? വിഷ്ണുവേട്ട എന്റെ ജീവനായിരുന്നില്ലേ? എനിക്കറിയാം ഈ 6 വർഷം എനിക്ക് വേണ്ടിയാ വിഷ്ണുവേട്ടൻ കാത്തിരുന്നെന്ന്, തപസ്സിരുന്നെന്ന്. വിഷ്ണുവേട്ടൻ അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. 2 നാട്ടിലായിരുന്നിട്ടും പരസ്പരം കാണാതിരുന്നിട്ടും നമ്മള് ഒരു പ്രാണനായിരുന്നില്ലേ നമ്മള്? വിഷ്ണുവേട്ടൻ എനിക്ക് വേണ്ടി, ഞാൻ വിഷ്ണുവേട്ടന് വേണ്ടിയല്ലേ ഇത്രയും നാളെ ജീവിച്ചത്. പിന്നെ എപ്പോഴാ എന്നിന്ന് മനസ്സിടറി പോയത്? ഇയാളുടെ അടുത്ത് എന്റെ മനസ്സിടറി പോണെങ്കിൽ ഞാൻ മരിക്കണം ശാലിനി. ഈ കാണുന്നതൊന്നും സത്യമല്ല. ഇയാളെ കൊണ്ട് സത്യം പറയിക്കാനുള്ള ഒരു നാടകം മാത്രം. ഈ കാണുന്നൊന്നും സത്യമല്ല. ഈ ഭൂഗോളത്തിന്റെ ഏത് കോണിലേക്ക് പോയാലും വിഷ്ണുവേട്ടൻ എന്റെ സ്വന്തമാണെന്ന വിശ്വാസ എന്റെ കൈ പിടിച്ച് നടത്തിയിരുന്നത്. ഏത് കൂരിരുട്ടിലുള്ള ഒരു കൈത്തിരി, അതുകൂടി എന്നിന്ന് കവർന്നെടുത്തു കളഞ്ഞല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.